ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ രണ്ട് പാചക രീതിയായിട്ട് വന്നിരിക്കുന്നത്. ഒരെണ്ണം പാവയ്ക്ക തീയലും പിന്നെ പച്ചമാങ്ങ ചമ്മന്തി. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റായിരുന്നു. നല്ല ഇരുട്ടാണ്. നിങ്ങളിപ്പോൾ ഓർക്കും ഞാൻ എന്താ ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. എനിക്ക് കുക്കിങ്ങിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഗൈസ്. എൻ്റെ വീട്ടിൽ വിറകടുപ്പാണ്. വിറകടുപ്പിൽ ഞാൻ കഞ്ഞിയൊക്കെ വെക്കും, വെള്ളം ചൂടാക്കും. പിന്നെ കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ സ്റ്റൗവിലും ചൂടാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഇനി ഡിഷസിലേക്ക് പോകാം. ഞാൻ ഇതിനകത്ത് എഴുതിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളതെന്ന്. പിന്നെ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന പാവയ്ക്ക, തക്കാളി, പച്ചമുളക്, ഉള്ളി എന്നിവ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാൻ വെക്കുക. വേവിച്ചതിന് ശേഷം നമ്മളൊരു ആവശ്യത്തിന് തേങ്ങ എടുത്ത് ചിരകിയെടുക്കുക. എനിക്ക് ഒരു തേങ്ങയുടെ മുറിയേ വേണ്ടി വന്നുള്ളൂ. എൻ്റെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ തേങ്ങാവെള്ളമൊക്കെ മാവിട്ട് കുടിച്ചു കേട്ടോ. എനിക്കാണ് ഇത്രയും തേങ്ങ മതിയായിരുന്നു. ഇതെന്നിട്ട് ചിരകിയെടുത്ത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ അതിനകത്ത് മുളക് പൊടി, പിന്നെ ഇച്ചിരി സാമ്പാർ പൊടി ഇട്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് പുളിയും കൂടെ ഒഴിക്കണം കൈമാറാൻ. അതാതെ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ പാകമായി കഴിഞ്ഞു. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് പച്ചമാങ്ങ ഉണ്ടാകും. പച്ചമാങ്ങയ്ക്ക് പച്ചമാങ്ങ, ഉള്ളി, പിന്നെ പച്ചമുളക് നമ്മൾ ചെത്തിയെടുക്കുക. ഓക്കെ, ഞാൻ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലിവിടെ നിറച്ചും കാന്താരി മുളകുണ്ട്. അപ്പം ഞാൻ കാന്താരി മുളക് പറിച്ചു വെച്ചതും ഇത് കൊടുത്തി എടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ലപോലെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാറുണ്ട്. കാന്താരി മുളക് എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ചെറിയ ഉള്ളി വേണം, പിന്നെ പച്ചമുളകും വേണം. ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പുളിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഞാൻ ഇത് മിക്സിയിലാണ് ചതച്ചെടുത്തത്. ഞാൻ പച്ചമുളക് മാത്രം ഞാൻ കല്ലിൽ അരച്ചെടുത്തത്. എനിക്ക് പിന്നെ മിക്സിയിൽ അരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ, ഇങ്ങനെ കല്ലിൽ ചതച്ചെടുത്താൽ മതി. ഇപ്പം ഇച്ചിരി രാവിലെ ആയി വന്നിട്ടുണ്ട്. നോക്കുക, ഞാനിതിനകത്ത് മുളക് ഞാനിട്ട് ചതച്ചെടുത്തു. നോക്കൂ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ അമ്മിക്കല്ല്? എന്നാൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിന്. ഈ അമ്മിക്കല്ലിൽ ചമ്മന്തിയൊക്കെ അരച്ച പ്രത്യേക ടേസ്റ്റാണ്. കാരണവന്മാർ പറയുന്നത് ശരിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് ഞാനിങ്ങനെ ചതച്ചെടുത്തു. ഞാൻ ഇടയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാനിത് യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. മിക്സി തന്നെ, നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ അതൊക്കെ അല്ലേ എളുപ്പം. ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും അമ്മിക്കല്ല് ഒരു നോക്കു വസ്തുവാണ്. അതെന്തെങ്കിലും ആട്ടെ, അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാവരും ചെയ്യുന്നതല്ലേ, അത് കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ചതച്ചെടുത്തതിൻ്റെ ഇതിൻ്റെ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ ഗൈസ്. ഇങ്ങനെയാണ്. പിന്നെ അപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ അതും കൂടെ അടിച്ചെടുത്തു. എൻ്റെ ചമ്മന്തിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. മിക്സിയിൽ അടിച്ചുകൊണ്ട് ഇച്ചിരി അധികം അരഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് പാകത്തിന് ഉപ്പും, ഇപ്പം തന്നെ വാങ്ങി വെള്ളം ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മാത്രം മതി ഇപ്പോൾ കഴിക്കാം. എനിക്കിപ്പോൾ നല്ല ടേസ്റ്റ്. എൻ്റെ കൊച്ചിങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ. പാവയ്ക്ക തീയലും മാങ്ങാ ചമ്മന്തി, ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിതിന് ലൈക്കും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഡിഷസുമായിട്ട് വരാം കേട്ടോ. ഞാൻ കൈ കൊണ്ടാണ് അലക്കിയത്. കൈ കൊണ്ട് അലക്കിയാലും കുഴപ്പമില്ല, എൻ്റെ കൈ നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വാച്ച് ചെയ്യുന്നു. താങ്ക് യു. ഇനി അടുത്ത ഡിഷസുമായിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കൂ. ബൈ ബൈ.